ശ്രീ ബാബു ജനാർദ്ദനൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഭക്തി പ്രസ്ഥാനം ഗോഡ് ഫോർ സെയിൽ എന്ന ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുന്നു. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ശ്രീ ബാബു ജനാർദ്ദനൻ ഫോറം കേരളത്തോട് സംസാരിക്കുന്നു. നമസ്കാരം ബാബു ചേട്ടാ. നമസ്കാരം. ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? ചിത്രത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നല്ല പ്രതികരണമാണ്. നമ്മൾ എന്താണ് സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്നു. ആൾക്കാർ അത് അതേ സ്റ്റിക്കിലെടുക്കുന്നു, അതേ വികാരത്തോടെ എടുക്കുന്നു എന്നുള്ളതിന്റെ പ്രതികരണം ധാരാളം കേൾക്കുന്നുണ്ട്. നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഈ ചിത്രം താങ്കൾ ഫോറം കേരളത്തിലാണ് അനൗൺസ് ചെയ്തത്. ആ സമയത്ത് താങ്കൾ ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന തട്ടിപ്പുകൾ, ഇവയൊക്കെയാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം എന്നാണ്. ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഒരു സിദ്ധനായി മാറിയതിനു ശേഷം അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ, ആ ഒരു രീതിയിൽ ഒരു പക്ഷേ ഈ ചിത്രം അത്തരം കാര്യങ്ങൾ കൂടി ഈ ചിത്രം കൈകാര്യം ചെയ്യുന്നു എന്ന് പ്രതീക്ഷിച്ച ആളുകൾ ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമീപനം ചിത്രത്തിൽ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? അത് ക്യാപ്ഷൻ കൃത്യമായിട്ട് ഒരു കപടയോഗിയുടെ ആത്മകഥ എന്നാണ്. ആത്മകഥ എന്ന് പറയുമ്പോൾ അവരുടെ തെറ്റിയ ശേഷമുള്ള തിരിഞ്ഞുനോട്ടവും ഓർമ്മകളുമായിരിക്കുമല്ലോ. അതൊന്ന്. രണ്ട്, ഇത്തരമൊരു കഥ അല്ലെങ്കിൽ ഇത്തരം വിഷയം സിനിമയായി എടുക്കുമ്പോൾ, സിനിമയ്ക്ക് ഒരു കഥയായിട്ട് ആലോചിക്കുമ്പോൾ ആരുടെ മനസ്സിലും അല്ലെങ്കിൽ ആരും ആലോചിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സ്വാമി ആയതിനു ശേഷമുള്ള ആശ്രമത്തിലെ പിന്നെ ഈ പറഞ്ഞ തട്ടിപ്പുകളും അവിടുത്തെ കപട മിറാക്കിൾസുകളും ഒക്കെ. അപ്പം ഒരു റൈറ്റർ എന്ന നിലയിൽ ഒരു വിഷയത്തെ മറ്റൊരാൾ കാണാത്ത പെർസ്പെക്റ്റീവിലൂടെ കാണുമ്പോഴാണല്ലോ നമ്മുടേതായ ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് ആൾക്കാർ വ്യക്തമാകുന്നത്. ഞാനും ഈ സിനിമയുടെ പ്രവർത്തകർ ആദ്യമേ തന്നെ ആലോചിച്ചു പറഞ്ഞാൽ, നമുക്കിടയിൽ ഒരു കുടുംബത്തില് ഞാൻ എഴുതിയ ക്യാപ്ഷൻസില് പോസ്റ്ററുകളില് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരാള് ജനിക്കുമ്പോൾ ഒരിക്കലും ഒരു മഹാനാകുന്നില്ല അല്ലെങ്കിൽ ദിവ്യനാകുന്നില്ല. ഈ ആൾദൈവം എന്നുള്ള പദപ്രയോഗം പോലും ഞാൻ ചോദിക്കില്ല. എനിക്ക് എന്നോട് ചോദിക്കാൻ പറ്റും. ചില ആൾദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദൈവങ്ങളും ആളുകളായിരുന്നു. ഒരു ഘട്ടത്തിലാണ് അവർ ദൈവങ്ങളാണെന്ന് പബ്ലിക്കിന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പം ക്രൈസ്റ്റ് ജീവിക്കുന്ന കാലത്ത് ക്രൈസ്റ്റിനെ 1% ആൾക്കാർ മാത്രമേ, ഒരു ന്യൂനപക്ഷങ്ങൾ മാത്രമേ ദൈവത്തിന്റെ പുത്രനാണെന്നും മെസ്സഞ്ചറാണെന്നും ദൈവമാണെന്നുള്ള കാഴ്ചപ്പാട് കണ്ടിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിമർശന ബുദ്ധിയോടെ കാണുകയും മാത്രമല്ല, നമുക്ക് അറിയാലോ ബൈബിളിലെ കഥ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാത്ത ഒരു ദർശനിലാണ് അവര് ജ്യോതി പിന്നെ കാണിക്കുന്ന ഒരാളെന്നില്ല. ഒരാള് ജനിക്കുമ്പോഴോ അവരുടെ ബാല്യത്തിലോ കൗമാരത്തിലോ അങ്ങനെ ആയിരിക്കാൻ കഴിയില്ല സാധാരണ. പിന്നെന്താണ് ആ ഒരു ഘട്ടത്തിലാണ് അങ്ങനെ ആകുന്നത്? ഒരു തട്ടിപ്പിന്റെ വഴിയിലൂടെ നോക്കുമ്പോൾ ഒരു ജനുവിനില്ലാത്ത ഒരു രോഗിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ ദൈവമാണ്, എനിക്ക് അത്ഭുത പ്രവർത്തനം ചെയ്യാൻ പറ്റും, ഞാൻ രോഗിയുടെ രോഗം ചികിത്സിക്കാൻ ഭേദമാക്കാൻ പറ്റുന്നൊരു മറക്കൾ എന്തെങ്കിലും ഉണ്ട് എന്നിട്ട് പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ ശരാശരി ആൾക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. എന്തെങ്കിലും ഒരു മെന്റലി നോർമലായ ഒരാളങ്ങനെ പറയാൻ വഴിയില്ല. അപ്പം മെന്റലി നോർമൽ ഇല്ലാത്ത ആളാണ് എന്നിരിക്കെ അവിടെ വരെ എത്താനുണ്ടാകുന്ന ഒരു യാത്രയും വഴിയും ഉണ്ടാകും. നമ്മൾ 2009 അറസ്റ്റ് ചെയ്യപ്പെടുകയും ബ്ലെയിം ചെയ്യപ്പെട്ട സ്വാമിമാരുടെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ കഥ അവരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ ഒത്തിരി തിക്തമായ ജീവിതാനുഭവങ്ങൾ കടന്നു പോയതായിരിക്കും. അത്തരം പൂർണ്ണാനന്ദ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു യോഗി അയാൾ അവിടെ വരെ എത്തിയത് എങ്ങനെയാണ് എന്ന് പറയുന്ന സംഭവവികാസങ്ങളാണ് സിനിമയുടെ കഥ. അതുകൊണ്ട് തന്നെ യോഗിയായതിനു ശേഷമുള്ള പോർഷൻസ് നമ്മൾ അതിന് ശേഷം വർക്ക് ചെയ്തിട്ടില്ല. അതായത് അത് അല്ല നമ്മളെ വിഷയമല്ല. അതുണ്ട്, കുറച്ചുണ്ട്, പക്ഷെ അതല്ല മുഴുവൻ വിഷയം. കുഞ്ചാക്കോ ബോബനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് എന്നാണ് ഇതിലെ കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ആയി എത്തിയവരൊക്കെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. എത്രത്തോളം അത് ചിത്രത്തിന്റെ വിജയത്തിന് സഹായമാകുന്നു? തീർച്ചയായിട്ടും ഇപ്പം എന്നോട് വിളിച്ച് സംസാരിക്കുന്ന ഇതിനകത്ത് ആൾക്കാർ പറയണത് കുഞ്ചാക്കോ ബോബന്റെ ആക്ടറുടെ ഇനി അയാളുടെ കരിയറിനെ കുറിച്ച് പറയുമ്പം
ഗോഡ് ഫോർ സെയിലിന് മുൻപും പിൻപും എന്ന് പറയേണ്ടി വരുന്നു. ഗോഡ് ഫോർ സെയിലിന് മുമ്പ് ഒരു ജനപ്രിയ നായകൻ, ജനപ്രിയ നടൻ നിലയിൽ ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒത്തിരി ഫാൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ജാക്കോച്ചൻ ഒരു പെർഫെക്റ്റ് ആക്ടർ ആണ് എന്ന് തെളിയിക്കുന്ന ഒരു പക്ഷേ ആദ്യ സിനിമ എന്ന് പോലും പറയുന്നതിന് വലിയ അഭംഗിയില്ല. കാര്യം വെച്ചാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കാണാത്തവർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടിങ് പാറ്റേൺ എന്നൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ഭയങ്കരമായി വിളിച്ചിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇതിനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് തോന്നില്ല ഈ യങ്സ്റ്റേഴ്സിൽ ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളിൽ ആരും ഇതുപോലെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വെച്ചാൽ ഈ അപ്പിയറൻസിന്റെ വ്യത്യാസം പോലെ ജാക്കോസിന് ഭയങ്കരമായിട്ട് വീഴ്ചയാകും. അപ്പൊ ജാക്കോസിന്റെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ട് നമ്മൾ കാണുന്നത് ജാക്കോസിന്റെ ഒരു ഗ്ലാമർ മുഖമാണ്. നല്ല മീശയും നല്ല എന്താ പറയുക, ഒരു വിശേഷിച്ച് ചോക്ലേറ്റ് നായ എന്നൊക്കെ പറയുന്നതാണ്. സൗന്ദര്യവും സുന്ദരനായ ഒരു ഗ്ലാമാണ്. താടി വളർത്തിട്ടുണ്ട്, മീശ വടിച്ച് ക്ലീൻ ഷോ ഒക്കെ വരുന്നുണ്ട്. പിന്നെ മെന്റൽ ഹോസ്പിറ്റലിലെ മുടിയൊക്കെ പട്ട കെട്ടി വരുന്നുണ്ട്. ഈ മേക്കപ്പിൽ ഉള്ള ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പുകളാണ്, അല്ലാതെ ഒരിക്കലും ഹെവി മേക്കപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഈ സമയത്ത് അയാൾ കീപ്പ് ചെയ്തിരിക്കുന്ന ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ ആക്ടർ നിലയിൽ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന കുറേ സിനിമകൾ എത്തുന്നു. ഈ ചിത്രം നമ്മുടെ തലമുറ ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ മറ്റ് ഭാഷകളിലും നമ്മുടെ ഭാഷയിലും നമ്മളുടെ വ്യത്യാസം ഇപ്പൊ തമിഴിലെ ന്യൂ ജനറേഷൻ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു വേവ് വന്നു വെച്ചാല് പരുത്തിവീരൻ, സുബ്രഹ്മണ്യപുരം അങ്ങനത്തെ സിനിമകളാണ്. പരുത്തിവീരനകത്ത് ഒരു മെട്രോ ലൈഫേ ഇല്ല. ഒരു ഗ്രാമത്തിൽ, ഒരു മധുരക്കടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ചെറിയ ടൗൺഷിപ്പില് നടക്കുന്ന കഥയാണ്. എല്ലാവരും വളരെ റെസ്റ്റിക്കാരൻ്റെ ഡ്രസ്സുകളും ആംബിയൻസും ഒക്കെയാണ്. അപ്പൊ പക്ഷേ നമ്മുടെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഫേസ്ബുക്ക് ഷെയറിംഗ് ആകുന്നുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ യുവാക്കള് ഈ ന്യൂ ജനറേഷൻ സിനിമയിൽ നിന്ന് 1%, വളരെ ന്യൂനപക്ഷ ശതമാനമാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഭംഗിയായിട്ട് വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ ചരസും കഞ്ചാവും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക, പ്രത്യേക ജീവിത പശ്ചാത്തലത്തിൽ ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ കഥ പറയുന്ന സിനിമകളാണ് ന്യൂ ജനറേഷൻ മൂവീസ് വിശ്വസിക്കുന്നത്. കാര്യം പക്ഷെ അതല്ല. ന്യൂ ജനറേഷൻ മൂവി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ സാമ്പ്രദായ രീതിയിലല്ലാതെ ഒരു കഥ പറയുന്നു, ഏറ്റവും പുതിയ മോഡേൺ കഥ പറയുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത്തരം കഥ പറയുന്നത് ന്യൂ ജനറേഷൻ മൂവി തന്നെയാണ്. കാര്യം ഇതില് എനിക്ക് വളരെ ഓതന്റിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഞാൻ കണ്ട ഒരു സിനിമയും, മലയാള സിനിമയായാലും ഹിന്ദി സിനിമയായാലും വേറൊരു സിനിമയിലും ഒരു കഥ രണ്ടാൾക്കാർ നറേറ്റ് ചെയ്യുന്ന ഇതൊരു ഒരാളുടെ ബോധധാരയിൽ അയാളുടെ ആത്മകഥ പറയുന്നു, അല്ലെങ്കിൽ അയാളുടെ ഫ്ലാഷ് ബാക്കിൽ അയാൾ നറേറ്റ് ചെയ്യുന്നതല്ലാതെ. ഇത് സുരാജ് വെഞ്ഞാറവും കുഞ്ചാക്കോ ബോബനും കൂടെ ഒരുമിച്ച് ഒരു കഥ പറയാണ്, രണ്ട് ആൾക്കാരുടെ പെർസ്പെക്റ്റീവില്. കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ പ്രസന്ന നായർ എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം ജനിക്കുന്നതിന് മുമ്പുള്ള വർഷം സുരാജ് വെഞ്ഞാറവും, ജനിച്ച ശേഷമുള്ള കുഞ്ചാക്കോ ബോബന്റെ പ്രസൻസിലുള്ള കാര്യങ്ങൾ കുഞ്ചാക്കോ ബോബൻ പ്രസന്റ് ചെയ്യാത്ത പശ്ചാത്തലങ്ങൾ സുരാജും ചെയ്യുന്നു. ഒരു വളരെ എന്താ പറയാ, ഒരു മാല കോർക്കുന്ന പോലെ ഈ എപ്പിസോഡുകൾ കോർത്ത് നമ്മൾ രസകരുടെ പൊട്ടാണ്ട് ഇൻവോൾവായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കഥ പറച്ചിലാണ്. ഇത് ഒരു ന്യൂ ജനറേഷൻ രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു അൾട്ടിമേറ്റ് ന്യൂ ജനറേഷൻ മൂവി തന്നെയാണ്. പിന്നെ ഞാനീ പറഞ്ഞില്ല, ഈ ന്യൂ ജനറേഷൻ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നല്ല ചീത്തയാണെന്നിരിക്കും ഞാൻ പറയുന്നില്ല. പക്ഷെ അത്തരം ഒരു സ്വഭാവം വിശ്രമിക്കില്ല. ഒന്ന്, ഞാൻ ഒരു സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ എഴുതാണ്ടിരിക്കുമ്പോൾ പോലും ആലോചിക്കുന്നത് വെച്ചാൽ, എഴുതാണ്ടിരിക്കുന്നതിന്റെ മുമ്പിൽ ഒരു വലിയ ജനസമൂഹം ഇത് കാണാൻ വേണ്ടിയിരിക്കുന്നതാണ്. ആ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലെ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നു, അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്തുള്ളവരെ കാണുന്നുണ്ട്, അടുത്ത വലിയ ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയ്ക്കകത്ത് ഒരു കാരണവശാലും അശ്ലീല പദപ്രയോഗങ്ങളോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ലിപി വിളിക്കുന്ന വിഷയങ്ങളോ പിന്നെ അരാഷ്ട്രീയ നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകളോ ഉണ്ടാവരുത് എന്നുള്ള ഒരു ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത് ഒരു പെർഫെക്റ്റ് ഫാമിലി എന്റർടൈനർ, ഫാമിലി ഇമോഷണൽ ഡ്രാമ ആയിട്ടുള്ള സിനിമയാണ്. എന്താണ് താങ്കളുടെ പുതിയ പ്രൊജക്ടുകൾ?
പുതിയ പ്രോജക്റ്റ് ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം 3-4 ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമകളും എഴുതിയ സിനിമകളൊക്കെ അടുത്ത കാലത്ത് എല്ലാം വളരെ ഇമോഷണൽ തോട്ടുകളായിരുന്നു. ഇപ്പം ഈ അതിനകത്ത് കുറച്ച് റിലാക്സേഷൻ ഉള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഗോഡ് ഫോർ സെയിലാണ്. ഇപ്പൊ കുഞ്ചാക്കോവിനും കൂടാതെ സുരാജ്, മാളാനന്ദൻ, കൊച്ചുരാമൻ, ടിനി ടോം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരികയും അവരുടെ ഹ്യൂമറിന്റെ ചില ലെയറുകളും സിനിമകളുണ്ട്. അപ്പം പക്ഷെ ഇനി അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു പാറ്റേണിലുള്ള സിനിമ ചെയ്താലോ എന്നുള്ളത് എഴുതിയപ്പോൾ ഞാൻ എല്ലാ പാറ്റേണിലും എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയൊരു ഒരു ഒരു ഫിക്ഷൻ, ഒരു പെർഫെക്റ്റ് ഫിക്ഷൻ, ലവ് അല്ലെങ്കിൽ ഹ്യൂമർ അങ്ങനെയൊക്കെയുള്ള ചേരുവകൾ ചേർന്ന ഒരു അൾട്ടിമേറ്റ് ഫിക്ഷനായിട്ടുള്ളൊരു സിനിമ ആണ് അടുത്ത് ആലോചിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വളരെയധികം നന്ദി ഫോറം കേരളത്തോട് സംസാരിച്ചതിന്. ഈ ചിത്രം ഒരു വലിയ വിജയമാകട്ടെ. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾക്കും എല്ലാവിധമായ ആശംസകളും നേരും.